ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മോഷണം പോയ സച്ചിയുടെ ഫോണ് തിരികെ ലഭിക്കുന്നുണ്ട്. തിരികെ ലഭിക്കുക മാത്രമല്ല, അത് മോഷ്ടിച്ചത് ആരാണെന്നും അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം നമ്മുടെ സച്ചിയും രേവതിയും മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായിട്ട് തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൂപ്പർ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ശ്രുതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മീരയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ മോഷ്ടിച്ച ഫോണ് ശ്രുതിയാണെങ്കിൽ വീഡിയോ ആന്റണിയുടെ കയ്യിൽ കൊടുത്ത് വൈറലാക്കിയതിന് ശേഷം ആന്റണി തിരികെ സച്ചിയുടെ ഫോൺ ശ്രുതിയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അത് കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി കളയെന്നും പറഞ്ഞ് മീരയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മീരയാണെങ്കിൽ ഒരു ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു കടയുടെ മുമ്പിൽ വെച്ച് മീരയുടെ ബാഗിൽ നിന്നും സച്ചിയുടെ ഫോണ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് മീര തിരിച്ചറിയുമ്പോഴേക്കും ഒന്നും തപ്പിയിട്ടൊന്നും മീരയ്ക്ക് ആ ഫോൺ കിട്ടുന്നില്ല. എന്തായാലും അത് പോകേണ്ടതല്ലേ എന്ന് കരുതിയിട്ട് മീര ശ്രുതിയോട് അത് വെള്ളത്തിൽ ഒഴുകി കളഞ്ഞെന്നും പറയുന്നുണ്ട്. ഈ ഫോണാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോകുന്നത് കണ്ടിട്ട് ആ ഒരു കടക്കാരൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാരാണെന്നൊന്നും തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അയാൾ ഫോൺ കുത്തിയിട്ട് ഓൺ ആക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫൈലിൽ സച്ചിയുടെ ഫോട്ടോ കാണുന്നത്. അങ്ങനെ സച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ കടക്കാരൻ. അങ്ങനെ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മിസ്സായിട്ട് കളഞ്ഞു പോയ ഒരു ഫോണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ എത്തിയാൽ തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, ഇത് കുറേ നാളായി കാണാതെ പോയിട്ട്, ഇത് നിങ്ങൾക്കിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ കടക്കാരൻ പറയുന്നുണ്ട്, അതെ, ഇവിടെ ഒരു പെൺകുട്ടി വണ്ടി കയറാൻ വേണ്ടി നിന്നതാണ്. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് പോയതാണെന്നേ. അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് വല്ലതും അറിയാവോന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാം, പക്ഷെ അല്ലാതെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തിയ സച്ചി അച്ഛനെയും രേവതിയും എല്ലാം വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ, എൻ്റെ കാണാതെ പോയ മൊബൈൽ തിരിച്ചു കിട്ടിയെന്ന്. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, അല്ലടാ, ഈ ഫോണിൽ നിന്നല്ലേ അന്ന് ശരത്തിൻ്റെ വീഡിയോ എല്ലാം വൈറലാക്കിയത്? അപ്പോൾ അത് ആ ആളെ കണ്ടുപിടിക്കത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, എൻ്റെ ഫോൺ എൻ്റെ കൈ കിട്ടിയല്ലോ, ഇനി ഇത് ആർക്കൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്, ആരാണ് എൻ്റെ ഫോണിൽ നിന്നും വീഡിയോ ശരത്തിൻ്റെ വൈറലാക്കി എല്ലാം എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം ഈ ഫോണ് ഇനി തിരിച്ചു വരില്ല, വെള്ളത്തിൽ ഒഴുകി കളഞ്ഞു എന്ന് മീര പറഞ്ഞതുമാണല്ലോ. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് മീര തന്നോട് കള്ളത്തരം പറഞ്ഞതാണെന്നുള്ളത്. എന്നാൽ ആന്റണിയാണ് ഇത് എടുത്തിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സച്ചി ഇരുന്നിരുന്നത്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രവതി, നീ ശരത്തിനോടൊന്ന് നൈസായിട്ടൊന്ന് അന്വേഷിക്കാൻ പറയണം, ഇത് ആന്റണിയാണോ ഈ വീഡിയോ വൈറലാക്കിയെന്ന്. അങ്ങനെ സച്ചി പറഞ്ഞതനുസരിച്ചിട്ട് ശരത്ത് പോയിട്ട് ആന്റണിയുമായിട്ട് സൗഹൃദത്തിലുള്ള മറ്റൊരാളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരിക്കലും ആന്റണിയുടെ ഫോണിൽ നിന്ന് ഈ വീഡിയോ പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ രേവതിക്കാണെങ്കിൽ ആന്റണിയുടെ കൂടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ശരത്ത് പോകുന്നതുകൊണ്ട് തന്നെ രേവതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇനിയും പോയിട്ട് ശരത്ത് ആന്റണിയുമായിട്ട് കൂട്ടുകൂടുവോ, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടുവോ എന്നൊക്കെ ഓർത്തിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി, നിനക്ക് ഇതുവരെ ശരത്തിനെ മനസ്സിലായിട്ടില്ലേ? അവൻ എന്തായാലും ഇനി ആ കൂട്ടുകെട്ടിലേക്ക് പോകണ്ട, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്നേ. അങ്ങനെ ശരത്ത് പറഞ്ഞതനുസരിച്ചിട്ട് ആന്റണി അല്ല അത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ടെറസിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതാരായിരിക്കും ഇത് ചെയ്തതെന്നേ. സച്ചി പറയുന്നുണ്ട്, രേവതി, നമുക്ക് ആന്റണി അല്ലാതെ മറ്റൊരു ശത്രു ഉള്ളത് ആരാണെന്നറിയില്ലേ? ഈ വീട്ടിൽ തന്നെയുള്ള പാർലറേട്ടത്തി, അവളായിരിക്കും ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ശ്രുതി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു ഉപദ്രവമൊക്കെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യുമോ? എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, നീ ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെയാണോ
ചിന്തിക്കുന്നത്. നിന്റെ മനസ്സുപോലെ പൂ പോലും മൃദുലമൊന്നുമല്ല ഇവിടെയുള്ള പാർലർ ഏട്ടത്തിയുടെയും ആ ഓട്ടക്കാരൻ്റെയും മനസ്സ്. രണ്ടുപേരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആ ഓട്ടക്കാരനേക്കാളും ക്രിമിനൽ മൈൻഡാണ് ആ ശ്രുതിക്കുള്ളത്. എന്തായാലും എനിക്ക് അവരെ തന്നെയാണ് സംശയം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി വീണ്ടും സംശയത്തോടു കൂടി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കെന്നാലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ലാന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി അന്ന് നീലിമ കൊടുത്ത ക്യാഷ് ബിസിനസ് ആരുടെയും കയ്യിൽ കൊടുക്കണ്ട, അതുകൊണ്ട് ഷോപ്പ് തുടങ്ങാന്നുള്ള ഐഡിയ തന്നെ ഓടിപ്പോയവന് കൊടുത്തത് ആ പൗഡർ ഏട്ടത്തിയാണ്. അപ്പൊ പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യില്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോന്നേ? എന്നാൽ അപ്പോഴാണ് രേവതിയും ചിന്തിക്കുന്നത്, ശരിയായിരിക്കും സച്ചിയേട്ടാ, ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നേ? അവളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ മറ്റാരും ആയിരിക്കില്ല ഇതിന് പിന്നിൽ. പൗഡർ ഏട്ടത്തിയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായിട്ട് ആ പൗഡർ ഏട്ടത്തിയുടെ കൂട്ടുകാരി മീരയും കാണുമെന്ന് പറയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, രേവതി നിനക്ക് ഓർമ്മയില്ലേ, അന്ന് അഭിലാഷ് സാർ വന്ന ആ ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് എൻ്റെ ഫോണ് മിസ്സായത്. ആ ഫംഗ്ഷന് അന്ന് ആ മീരയും പൗഡർ ഏട്ടത്തെയും കൂടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് കണ്ടതാണ്. അപ്പോൾ അവർ തന്നെ ആയിരിക്കുമെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. രേവതി നീ എങ്ങനെയെങ്കിലും മീരയുടെ അടുത്ത് പോയിട്ട് അവൾ അറിയാതെ ഒരു ഫോട്ടോ ഒപ്പിക്കണം. അപ്പോൾ പിന്നെ ആ കടക്കാരനെ കൊടുത്തിട്ട് കാണിച്ചിട്ട് നമുക്ക് ആ മീര തന്നെയാണോ അവിടെ മീരയുടെ കയ്യിൽ നിന്നാണോ ഫോൺ മിസ്സായെന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ എങ്കിൽ പിന്നെ അവളോട് ഒരു ഫോട്ടോ ഇങ്ങ് അയച്ചു തരാൻ പറഞ്ഞാൽ പോരെ? എൻ്റെ പൊന്ന് രേവതി നീ ഇത്രയ്ക്ക് പൊട്ടിയായി പോയല്ലോ. ഈ കാര്യം അന്നേരം തന്നെ പൗഡർ ഏട്ടത്തി അറിയും. അവരെന്തെങ്കിലും അടുത്ത അതിനുള്ള ഐഡിയ കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് മീര പോലും മനസ്സിലാക്കാതെ വേണം നീ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രേവതിയാണെങ്കിൽ നേരെ മീരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഞാനിവിടെ അടുത്ത് പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ മീരയൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി കയറിയതാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീര പോലും അറിയാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മുടെ രേവതി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ രേവതി അവിടെ നിന്ന് ഓടി വരുന്നത് സച്ചിയുടെ അടുത്തേക്കാണ്. സച്ചിയേട്ടാ ദേ ഇത് കണ്ടോ, ഈ ഫോട്ടോ കിട്ടിയെന്ന് പറയാനേ. ആഹാ CID രേവതി കൊള്ളാമല്ലോ, എന്തായാലും നല്ല ക്ലിയർ ഫോട്ടോ തന്നെ എടുത്തിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിനെ ഇങ്ങനെ പ്രശംസിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ദേ രേവതി ഞാൻ ഇപ്പോൾ തന്നെ ആ കടക്കാരനെ കൊണ്ടുപോയിട്ട് പാർലർ ഏട്ടത്തിയുടെയും മീരയുടെയും ഫോട്ടോ കാണിച്ചു നോക്കാം. അപ്പോൾ അയാൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണോ ഫോൺ പോയെന്ന് മനസ്സിലാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ സച്ചി ചെന്നിട്ട് ആ കടക്കാരനെ ഈ ഫോട്ടോ രണ്ടും മാറി മാറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീരയുടെ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, അതെ സാർ ഈ പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം വണ്ടി കാത്ത് നിന്നപ്പോൾ അവളുടെ ബാഗിൽ നിന്നാണ് ഈ ഫോൺ പോയെന്ന്. സച്ചി വയ്ക്കുന്നുണ്ട്, ചേട്ടൻ ഉറപ്പാണല്ലോ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്? ആ അത് തന്നെയാണ്, ഞാൻ ശരിക്കും കണ്ടതാണെന്ന് കടക്കാരൻ ഉറപ്പിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേവതി ഞാൻ പറഞ്ഞില്ലേ ആ പൗഡർ ഏട്ടത്തി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. അവളും ആ ആൻ്റണിയും കൂടി ചേർന്ന് തന്നെയാണ് ഇങ്ങനൊരു പണി ഒപ്പിച്ചത്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആരെ ആ കടക്കാരൻ തിരിച്ചറിഞ്ഞത്? അവള് ആ മീരയുടെ കയ്യിൽ നിന്നാണ് എൻ്റെ ഫോൺ താഴെ വീണതെന്നേ. ഞാൻ പോയി ഇന്ന് അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പോയി ശരിയാവില്ല, ഞാൻ തന്നെ പോയിട്ട് മീരയോട് ചോദിച്ചോളാന്ന് പറയുന്നുണ്ട്. ഇല്ല രേവതി നീ സംസാരിക്കുന്ന പോലെയൊന്നും സംസാരിച്ചാൽ അവളൊന്നും സത്യം പറയില്ല, ഇത് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് സംസാരിച്ചോളാം. എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് പോയത് മൂലം എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായെന്ന് നിനക്കറിയാലോ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് സച്ചി പറയുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സച്ചി വീട്ടിൽ വന്നിട്ട് ഫോൺ തിരികെ കിട്ടിയെന്നും അത് മോഷ്ടിച്ചത് ആരാണെന്നും കണ്ടെത്തിയേ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് സച്ചി പോയത്. ഇതെല്ലാം നമ്മുടെ ശ്രുതി കേട്ടിരുന്നല്ലോ. ശ്രുതി പെട്ടെന്ന് തന്നെ മീരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. ശ്രുതി നേരെ ചെന്നതും മീരയോട് ചോദിക്കുന്നുണ്ട്, മീരെ ഞാനന്ന് സച്ചിയുടെ ഫോണ് നിന്റെ കയ്യിൽ ബീച്ചിൽ കളയാൻ വേണ്ടി തന്നിരുന്നല്ലോ, അതെന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ശ്രുതി ഞാൻ അന്ന് തന്നെ കടലിൽ ഒഴുക്കി കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ നീ എന്താ ഈ പറയുന്നത്? നീ കടലിലൊഴുക്കിയ ഫോൺ എങ്ങനെയാ സച്ചിയുടെ കയ്യിൽ വന്നേന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ മീരയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതി, നീ എന്താ പറയുന്നേ? അതെ, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാണ് കള്ളത്തരം പറയുന്നത് മീരെ? നീ കളഞ്ഞെങ്കിൽ പിന്നെ ആ ഫോൺ എന്തായാലും സച്ചിയുടെ കയ്യിൽ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ആ വീഡിയോ ആരാണ് വൈറലാക്കിയതെന്നും അതിൻ്റെ പിന്നിൽ ആരാണെന്നും സത്യം കണ്ടുപിടിച്ച് അടങ്ങുമെന്നും പറഞ്ഞാണ് സച്ചി നടക്കുന്നതെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മീര ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. മീരെ, നീ എന്തിനാണ് ഇത്രയും നാള് എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു വെച്ചിരുന്നത്? ആ ഫോണ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? അല്ല എവിടെയെങ്കിലും പോയെങ്കിൽ അത് എന്നോട് തുറന്നു പറയരുതായിരുന്നോ? നീ കടലിലൊഴുക്കിയെന്ന് വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അങ്ങ് റേസ് ആകുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ശ്രുതി, നീ അത് കടലിൽ കളയാൻ വേണ്ടി തന്ന ഫോണാണല്ലോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ അത് വേണ്ടാത്തതായതുകൊണ്ട് എവിടെയെങ്കിലും പോയാൽ പിന്നെ അത് പോയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മീരെ, നീ എന്നാലും അത് മിസ്സായ കാര്യം എന്നോടെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ? നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞല്ലേ കടലിൽ കളഞ്ഞെന്ന്. ഇതാണോടി ഒരു കൂട്ടുകാരി ചെയ്യേണ്ടത്? നീയൊക്കെ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ പോലും നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കള്ളത്തരം പറഞ്ഞത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് മീരേനെ അങ്ങ് വായിൽ വന്നതൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്നാ മീര പറയുന്നുണ്ട്, ശ്രുതി, നീ നിർത്ത്, നീ ആള് കൊള്ളാവല്ലോ. ഞാനൊരു ചെറിയ കള്ളത്തരം പറഞ്ഞപ്പോഴേ നിനക്കങ്ങ് ദേഷ്യം വന്നു പോയല്ലേ? ഞാനൊരു നല്ല കൂട്ടുകാരിയല്ലെന്ന് പോലും നീ പറഞ്ഞില്ലേ? നീ ഒരു കള്ളമല്ല, ഒരു 100 കള്ളത്തരങ്ങൾ പറയുമ്പോൾ പോലും എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നതും ഞാനാണ്. നീ എല്ലാം ചെയ്തു കൂട്ടുന്നതിന് പോലും കൂട്ടുനിന്നത് ഞാൻ നല്ലൊരു കൂട്ടുകാരി ആയതുകൊണ്ടാണെന്നൊക്കെ മീരയും പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീരയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയതിന് ശേഷം മീര ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണേ. അപ്പോഴാണ് വാതിലിൽ നല്ല കൊട്ട് കേൾക്കുന്നത്. ചെന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് മീരയാണെങ്കിൽ ഞെട്ടിപ്പോവാണ് കേട്ടോ. മറ്റാരുമല്ല, സച്ചി തന്നെയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നെ. ആ സച്ചിയോ? സച്ചി എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ടേ. സച്ചി അപ്പൊ പറയുന്നുണ്ട്, എന്താ മീരെ, നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേന്നെ? ഏയ് അല്ല, സച്ചി കയറി വാന്നും പറഞ്ഞിട്ട് മീര ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. മീരയ്ക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോ സച്ചി എന്താണ് ചോദിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള ഒന്നും അറിയില്ലല്ലോ. സച്ചി നല്ലൊരു ചൂടൻ സ്വഭാവക്കാരനാണെന്നുള്ളത് നമ്മുടെ മീരയ്ക്ക് അറിയാം. മീര ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി എന്തിനാ ഇപ്പോൾ വന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് മീരയോട് ചോദിക്കുന്നുണ്ട്, മീരയ്ക്ക് ഇതെന്താണെന്ന് അറിയാവോന്ന് ചോദിക്കുന്നുണ്ട്. ആഹാ, ഇത് ഫോണാണല്ലോ. എന്താ സച്ചി അങ്ങനെ ചോദിച്ചെന്നേ? ഇത് ഫോണാണ്. ഇതാരുടെ ഫോണാണെന്ന് മീര കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. സച്ചിയുടെ കയ്യിലിരിക്കണമെങ്കിൽ പിന്നെ അത് സച്ചിയുടെ ഫോൺ ആയിരിക്കണമല്ലോ എന്നിങ്ങനെ മീര പറയുമ്പോൾ, ഓ, നീ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ലായിരിക്കും അല്ലേ? ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഫോണാണെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മീര ആകെ നിന്നങ്ങ് വിറയ്ക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് മീര ചോദിക്കുന്നുണ്ട്, ഓ, അന്ന് നഷ്ടപ്പെട്ടു പോയ ഫോണല്ലേ, അത് സച്ചിക്ക് തിരിച്ചു കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഫോണ് നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോന്നേ? അല്ല സച്ചി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ ഇതൊക്കെ ചോദിക്കേണ്ടത്? അല്ല നീ എപ്പോഴാ എൻ്റെ ഈ ഫോണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ടേ. ഇത് കേൾക്കുമ്പോഴേക്കും മീര വയ്ക്കുന്നുണ്ട്, അല്ല സച്ചി എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്കെന്തിനാ സച്ചിയുടെ ഫോണ്? അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ സച്ചിയുടെ ഫോൺ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ദേ മീരെ, നീ ഇനി കൂടുതൽ കള്ളത്തരം ഒന്നും പറയാൻ നിൽക്കണ്ട. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് അഭിലാഷ് സാറിൻ്റെ കൂടെ നടത്തിയ ആ പാർട്ടിയിൽ വെച്ചിട്ടാണ് എൻ്റെ ഫോൺ നീ അടിച്ചു മാറ്റിയെന്ന് അറിയാം. എപ്പോഴാണ് എന്തിനാണ് എടുത്തതെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, സച്ചി എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഈ പറയുന്നത്? എനിക്കെന്തിനാ സച്ചിയുടെ ഫോണ്? എനിക്ക് തേണ്ടേ അതിലും നല്ല ഫോൺ ഉണ്ടല്ലോ.
സച്ചിയപ്പ പറയുന്നുണ്ട്, മിരെ നീ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. ഇത് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് വണ്ടി കയറാൻ നിന്നെടുത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ വീണുപോയ ഫോണാണെന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് നിന്റെ ഫോട്ടോയും കാണിച്ചിട്ട് അയാൾ നിന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നീ കൂടുതൽ കള്ളത്തരങ്ങളൊന്നും പറയാൻ ശ്രമിക്കണ്ട. സത്യം പറ, നീ എന്തിനാ എൻ്റെ ഫോൺ മോഷ്ടിച്ചതെന്ന് വീണ്ടും സച്ചി ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും മീര ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സച്ചി എല്ലാം അറിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? സത്യമെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി എന്നെ കാറ് കയറ്റി പോലും കൊല്ലാൻ മടിക്കുകയല്ല. എന്തായാലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ എന്നും പറഞ്ഞിട്ടിങ്ങനെ മീര ഇങ്ങനെ വീണ്ടും നിന്ന് പരുമുവാട്ടോ. എന്നിട്ട് മീര പറയുന്നുണ്ട്, സച്ചി ആ ഫോണൊന്ന് കാണിച്ചേ. ഓ, ഈ ഫോണാണോ? എൻ്റെ ഫോണ് ഇടയ്ക്കൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കടയിൽ പോയിട്ട് ഈ ഫോണാണ് എനിക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് തന്നതെന്ന് പറയുകയാണേ. തൽക്കാലം ഉപയോഗിക്കാനായിട്ട് അവരെനിക്ക് തന്നതായിരുന്നു. ആ സമയത്താണ് ഞാൻ വണ്ടി കയറാൻ നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ അങ്ങ് മിസ്സാവുകയും ചെയ്തു. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ആ കടക്കാരനോട് എന്തു പറയണമെന്ന് ഓർത്തിട്ട്. ഓ, ഇത് സച്ചിയുടെ ഫോണായിരുന്നോ? ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഇങ്ങനെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് മീരയെ തന്നെ നോക്കുകയാണ് കേട്ടോ. മീര അപ്പോഴേക്കും പറയുന്നുണ്ട്, സച്ചി നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഇത് ഞാൻ അന്നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഫോണാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ നീ പാർലർ ഏട്ടത്തിയുടെ കൂട്ടുകാരിയാണെന്ന് എനിക്കറിയാം. അവള് നല്ല ഫ്രോഡാണെങ്കിൽ അവക്ക് കൂട്ടു നിൽക്കുന്ന നീ അതിലും ഫ്രോഡാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് വലിയ താമസമൊന്നുമില്ല. പിന്നെ നീ കൂടുതൽ കള്ളത്തരമൊന്നും പറയാതെ സത്യങ്ങൾ പറഞ്ഞോന്നും പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, സച്ചി എന്തിനാ എന്നെ വെറുതെ കള്ളിയാക്കാൻ നോക്കുന്നത്? ഞാനെന്തിനാ സച്ചിയോട് കള്ളത്തരം പറയുന്നേ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മീരെ നീ വീണ്ടും വീണ്ടും എന്തിനാണ് കള്ളത്തരം പറയുന്നത്? ഈ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് നീ എൻ്റെ പ്രൊഫൈലിൽ DP കണ്ടില്ലേ? എന്നിട്ടും നിനക്ക് എൻ്റെ ഫോണാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും മീര വീണ്ടും പെട്ടുപോവുകയാണ്. ഓ, അത് സച്ചി എനിക്ക് ആ കടക്കാരൻ തരുമ്പോൾ തന്നെ ഈ ഫോണ് ഓഫായിരുന്നു. എന്നോട് കുറേ സമയം ചാർജ് കുത്തിയിട്ടതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ എന്നും പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചാർജ് കുത്തിയിട്ടു. അതിനുശേഷം ഓഫീസിൽ പോവാണ് ചെയ്തത്. ഓഫീസിൽ പോയിട്ടെല്ലാം നോക്കാന്ന് കരുതിയിരുന്നപ്പോഴാണ് പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണ് മിസ്സായതും. പിന്നെ എങ്ങനെയാ ഞാൻ സച്ചിയുടെ ഫോണാണെന്ന് തിരിച്ചറിയാന്നൊക്കെ മീര പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, മീര വീണ്ടും വീണ്ടും എന്തിനാണ് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്? നീ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, നിനക്കിനി ജീവിതം കിടക്കുന്നതേ ഉള്ളൂ. നീ ഇതെല്ലാം ചെയ്യുന്നത് ആ പാർലർ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അവക്ക് വേണ്ടിയിട്ട് നീയും ഇങ്ങനെ കൂടെ നിന്ന് നിന്റെ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത്. പിന്നെ ഈ സച്ചി ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. എന്തായാലും ഇതിന് യഥാർത്ഥത്തിലുള്ള തെളിവുകളുമായിട്ട് ഞാൻ നിന്റെ മുമ്പിൽ തന്നെ വരും. നീയും പാർലർ ഏട്ടത്തെയും കൂടിയാണ് എൻ്റെ ഫോൺ മോഷ്ടിച്ചതെന്നും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരത്തിന്റെ വീഡിയോ വൈറലാക്കിയെന്നും എല്ലാം കണ്ടുപിടിച്ചിട്ടായിരിക്കും ഞാൻ വരുന്നത്. എന്നാൽ ഇപ്പൊ വന്നതുപോലെ ആയിരിക്കില്ല സച്ചിനെ അടുത്ത തവണ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സച്ചി എന്തായാലും ഇന്ന് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കും, അതോടുകൂടിയിട്ട് എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നിനക്ക് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ കിള്ളി കിള്ളി ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത്. ശ്രുതി എന്നെ ഒന്ന് വെറുതെ വിട്ടിട്ട് ഒന്ന് പോകാവോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനം ഇല്ലാതെ ഇരിക്കുക. ഓരോരോ മണ്ടത്തരങ്ങളും ചെയ്തു കൂട്ടിയിട്ട് ശ്രുതി എൻ്റെ കീഴേക്കിലേക്ക് വരും. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അങ്ങ് പൊട്ടിത്തെറിക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് ഒരു കാര്യവും മനസ്സിലാകാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശ്രുതി എന്നും പറഞ്ഞിട്ട് ശ്രുതി തിരിഞ്ഞങ്ങ് കിടക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നേയില്ല.
അങ്ങനെ ശ്രുതി അങ്ങനെ തളർന്നിങ്ങനെ ആകെ പേടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഉറക്കത്തിലായതിന് ശേഷം ശ്രുതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്രുതിയെ റൂമിലെങ്ങും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഹാളിലേക്കൊക്കെ ഇറങ്ങി ശ്രുതി പോയി നോക്കുന്നുണ്ട്. ചന്ദ്രമതിയെയും അവിടെയെങ്ങും കാണുന്നില്ല. അങ്ങനെ ശ്രുതി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തിരിച്ച് കയറി വരുന്ന സമയത്താണ് ഒരു ഒരു സ്ത്രീ രൂപം ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി ഇങ്ങനെ ആകെ പേടിച്ച് തൊണ്ടയൊക്കെ വരണ്ടു പോവാണ് കേട്ടോ. ഇങ്ങനെ ശ്രുതി ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവരിങ്ങനെ തിരിയാട്ടോ. ഇത് മറ്റാരുമല്ല, നമ്മുടെ രേവതിയാണ് കേട്ടോ. രേവതി ഇങ്ങനെ കണ്ണൊക്കെ ചുവന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അല്ല രേവതി, രേവതി നീ എന്താ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്. ഈ സമയം രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആർത്ത് ചിരിക്കുകയാണേ. ഇതൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ആകെ പേടിയാവുന്നുണ്ട്. രേവതി, രേവതി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ഒരു ഫോൺ എടുത്തിട്ട് രേവതി ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് സച്ചിയേട്ടൻ്റെ ഫോണാണ്. സച്ചിയേട്ടൻ്റെ ഫോണ് മോഷ്ടിച്ചിട്ട് നീ അല്ലേടി ശരത്തിൻ്റെ വീഡിയോ വൈറലാക്കിയത്, എൻ്റെ അനിയൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് നീയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് പേടിച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിലേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ചാരി അങ്ങ് നിൽക്കുവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ രേവതി വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ രേവതി വീണ്ടും ഇങ്ങനെ നിനക്ക് എൻ്റെ അനിയൻ്റെ ജീവിതം നശിപ്പിക്കണോ അല്ലേടി എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുവാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരയാട്ടോ. രേവതി വേണ്ട രേവതി, ഞാനല്ല ചെയ്തേന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കസേരയിലേക്ക് അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ രേവതി. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ കെഞ്ചുന്നുണ്ട്. രേവതി ഞാനല്ലാന്നേ, നിനക്ക് എന്താടി വേണ്ടത്? നിനക്ക് എൻ്റെ ജീവിതം നശിപ്പിക്കണം, പോരാഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെ ജീവിതവും അവൻ്റെ ഭാവിയും നശിപ്പിക്കും അല്ലേ? നീ വീഡിയോ വൈറലാക്കുമല്ലേടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിനങ്ങ് കയറി കുത്തി പിടിച്ചേക്കുവാണ് കേട്ടോ രേവതി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് രേവതിയെ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി നീ കള്ളത്തരങ്ങൾ മാത്രം പറയുള്ളല്ലേടി, നീ എന്തിനാടി ഇത് ചെയ്തത്? പറയടി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ രേവതി. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ തന്നെ ശ്രുതി ഇങ്ങനെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണേ. വിട് രേവതി, ഇനിയെങ്കിലും എന്നെ വിട്, എന്നെ കൊല്ലല്ലേ, എന്നെ പ്ലീസ് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാറുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുകയാണ്. ശ്രുതി നീ എന്താ പറ്റിയത്? നീ എന്തിനാ കാറുന്നേന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രേവതിയുടെ സീൻ കണ്ടത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പേടിച്ചിട്ട് സ്വപ്നം കണ്ടതാണ് കേട്ടോ. അപ്പോഴും പറയുന്നുണ്ട് എന്നെ വിട്, എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രുതി കരയാണല്ലോ. ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്താ ശ്രുതി എന്താ പറ്റിയത്? അമ്മ ശ്രുതി എന്തോ കരയുന്നു, എന്തോ പേടിച്ചെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി വന്നിട്ട് ശ്രുതി മോളെ നീ എഴുന്നേക്ക്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻറ്റി എന്നെ ആരോ കൊല്ലാൻ വന്നു, ഇതെൻ്റെ എൻ്റെ കഴുത്ത് എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കിന്നൊക്കെ ഇങ്ങനെ പിച്ചും പേ ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് മോളെ എന്താ ശ്രുതി, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ഇവിടെ ആരും വന്നിട്ടും ഇല്ല, നീ കണ്ണു തുറന്നേ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ശ്രുതിക്കൊന്നും മിണ്ടാൻ വയ്യാതെ തൊണ്ടയെല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട് അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അന്ന് സച്ചി പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനാന്ന് തോന്നുന്നു. അച്ഛൻ്റെ ആത്മാവ് ഇതിലേക്ക് അലഞ്ഞു നടക്കുകയായിരിക്കും. അച്ഛൻ മരിച്ചതിൽ പിന്നെയാണ് ഇതുവരെ ശ്രുതിക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ആകപ്പാടെ ഇങ്ങനെ പേടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നു അമ്മേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ശ്രുതിക്കാണെങ്കിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ശ്രുതി ആകെ വിയർത്ത് ഒഴുകി പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ശ്രുതിയുടെ ദേഹത്തെ ആത്മാവിനെ ഒഴിപ്പിക്കാനായിട്ടുള്ള പണികളോ ഒക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ശ്രുതിക്കാണെങ്കിൽ രേവതിനെയും സച്ചിനെയും പേടിച്ചിട്ട് ഇനി സമാധാനമായിട്ട് ഒരു ഉറക്കവും കാണില്ല കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണും വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്.
നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.